നമ്മൾ വലിയൊരു യാത്ര നടത്തി ഈ ഒഴിവ് ദിവസങ്ങളിൽ. നമുക്ക് ജീവിതത്തിൽ എന്നും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില അറിവുകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അടിസ്ഥാനപരമായ കുറെ അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതാണ് ഇംഗ്ലീഷ്, ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വലിയൊരു സാഗരത്തിലേക്ക് ഞാൻ ബോട്ട് ഇറക്കി തന്നിട്ടുള്ളൂ. ആ ബോട്ടിനെ തുഴയേണ്ടത് നിങ്ങളാണ്. എങ്കിലും ഇത് വലിയൊരു കാര്യം തന്നെ ആയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. ഒരിക്കലും അത് മറക്കരുത്. തുടർച്ചയായിട്ട് അതിനെ മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ത്രൂ ഔട്ട് ഈ ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ അറിയാതെ തന്നെ അത് ഇനി മനസ്സിൽ ഉറയ്ക്കും. പക്ഷെ ഈ ആദ്യഘട്ടത്തിൽ പഠിച്ചത് അപ്പോൾ അവിടെ വെച്ച് ഒഴിഞ്ഞു നിൽക്കരുത്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇത് മറന്നുപോകും. പക്ഷെ അതിന് സാധ്യത കുറവാണ്. കാരണം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് തന്നെ ഏതാണ്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. വളരെ രസകരമായിട്ട് നമുക്ക് ചില എക്സർസൈസുകളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് ഈ നിയമങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തായാലും അത് ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർമ്മയില്ലെങ്കിൽ നമുക്കത് മറിച്ച് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ നമ്മളിൽ അത് ഉറയ്ക്കും, സംശയമില്ല. അപ്പൊ ഇത് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോടുള്ള ഭയം ഇല്ലാതാവും. യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 12 ടെൻസുകളിലെ 9 ടെൻസുകളെയാണ് ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത്. അതിൽ 9ാമത്തെ ടെൻസാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന 3 ടെൻസുകളെ നമ്മൾ വേറൊരു രീതിയിൽ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അത് പിന്നീട് ഒരിക്കൽ ചെയ്യാവുന്നതാണ്. ഇതിനോട് കൂടി ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയ ബോറായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ചില എക്സർസൈസുകളിലേക്ക്, ചില ടാസ്കുകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ചില കളികൾ പോലെയും ചില രീതികളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൂടി ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ചെയ്യണമെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് വീണ്ടും തുടച്ചു മിനുക്കപ്പെടും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അത് ഉറയ്ക്കും. അതിനുവേണ്ടി കൂടിയാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ പോർഷനിലെ ലാസ്റ്റ് ടെൻസിലേക്ക്, ശരിക്കും ലാസ്റ്റ് അതല്ല, ഇനി നമുക്ക് 3 ടെൻസുകൾ കൂടി കവർ ചെയ്യാനുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 3ഉം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ 9ാമത്തെ ടെൻസ്, നമ്മൾ കൗണ്ട് ചെയ്യുന്ന 9ാമത്തെ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇതിന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയവരെ മറക്കരുത്. അപ്പൊ പെർഫെക്റ്റ് ടെൻസുകളിൽ തന്നെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചു. Then we are going to the future perfect tense. പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസുകൾ എന്ന് പറയുന്നത് ഒരു പരിപൂർണതയെ സൂചിപ്പിക്കുന്നു. കംപ്ലീറ്റ്നസ്, പെർഫെക്ഷൻ, എപ്പോഴും പെർഫെക്ഷൻ ആണ്. കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. അതെപ്പോ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഘടകം. അപ്പൊ ഇവിടെ നമ്മള് ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് an action will have been completed at some point of time in the future. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നതല്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻഡ്. സംഭവിക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചർ. സംഭവിച്ചതല്ല, സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോ ആ സംഭവിക്കാൻ പോകുന്ന ആക്ഷൻ, how it is happened, it is perfectly completed. It is not happened. It is going to be happened. But how? എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? കംപ്ലീറ്റ് ആയിട്ടാണ് സംഭവിക്കുക. കംപ്ലീറ്റഡ് ആണ്. പക്ഷെ at what time it will be the future, at a point of time in the future. An action will have been completed at some point of time in the past.
സോറി ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ആക്ഷൻ, അതാണ്, അതും കംപ്ലീറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ആക്ഷൻ, അതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കതിന്റെ സ്ട്രക്ചറിലേക്ക് പോകാം. കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ, കാരണം പെർഫെക്റ്റ് ടെൻസുകൾ രണ്ടെണ്ണം നമ്മൾ ധാരാളം സംസാരിച്ചു. അതിനെക്കുറിച്ച് വിശദമായ പഠനമൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് പോകാം. സാധാരണ ടെൻഷനെ നമ്മൾ ആദ്യം സമീപിക്കുമ്പോൾ അതിൽ ഫോം ഓഫ് വെർബാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഇതിലും അത് തന്നെ ചെയ്യാം. ഫോം ഓഫ് വെർബ്. ഈ മൂന്ന് പെർഫെക്റ്റ് ടെൻസുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് V3 ഫോം ഓഫ് വെർബ് ആണ്. ദാറ്റ് മീൻസ് PP ഫോം ഓഫ് വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. എവരി വെർബ് ഹാസ് 3 ഫോംസ്, V1 V2 V3 നമ്മൾ ഈസി ആയിട്ട് പറയാറുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ 3 ഫോംസ് ആണ് ഒരു വെർബിനുള്ളത്. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏതൊക്കെ ഓക്സിലിയറീസ് ആണ് അതിൽ വരുന്നത്. ഓക്സിലിയറീസ്, ഏതൊക്കെ ഓക്സിലിയറീസ് ആണ് ഇവിടെ? സ്പെഷ്യലി ഫോംഡ് ഓക്സിലിയറി ആണ്. നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വിൽ ബി ആൻഡ് ഷാൾ ബി പഠിക്കുകയുണ്ടായി. വിൽ ബിയും ഷാൾ ബിയുമാണ് അതിലെ ഓക്സിലിയറി വെർബ്. അത് ക്രിയേറ്റഡ് ഓക്സിലിയറി വെർബാണ്. അത് നമ്മൾ കൂടുതൽ രണ്ടെണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ടാക്കിയ ഓക്സിലിയറി വെർബ് പോലെ തന്നെ ഇതിലും സ്പെഷ്യലി ഫോംഡ് ഓക്സിലിയറി വെർബാണ് will have and shall have. These are the two auxiliary verbs which are used in future perfect tense. We have studied about the use of will and shall in simple future tense. Simple future tense പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ യൂസ് പഠിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് നമ്മൾ shall ഉപയോഗിക്കാറുള്ളത്? സബ്ജക്റ്റ് I എന്നോ V എന്നോ, if the subject becomes I or we, I എന്ന് പറഞ്ഞാൽ ഞാൻ, I എന്നുള്ള ഞാൻ എന്നോ അല്ലെങ്കിൽ V ഞങ്ങൾ എന്നോ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കാറുള്ളത്. മറ്റെല്ലാ കേസുകളിലും നമ്മൾ വില്ലാണ് ഉപയോഗിക്കുക. തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്ന ഹി, ഷീ, ഇറ്റ്, അതേപോലെ തന്നെ ദേ, അതേപോലെ തന്നെ യു, അങ്ങനെയുള്ള സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, ഇതിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുക വില്ലാണ്. മറിച്ച് ഉപയോഗിക്കുക എപ്പോഴാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നിയമം തെറ്റിച്ച് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം ചില വാചകങ്ങളിൽ. ഐ വിൽ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിന്റെ കൂടെ സാധാരണ വരേണ്ടത് ഷാൾ ആണ്, പക്ഷെ ചില സമയങ്ങളിൽ വില്ല് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലാത്ത സാധാരണ സാഹചര്യങ്ങളിലൊക്കെ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ വി എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ഷാൾ ഉപയോഗിക്കാറുള്ളത്. മറ്റെല്ലാ സാഹചര്യങ്ങളിലും സാധാരണ വില്ലാണ് ഉപയോഗിക്കുന്നത്. അതേ നിയമം തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി വിൽ ഹാവ് സ്പ്ലിറ്റഡ്, നമ്മളൊന്ന് അതിന് അങ്ങനെ ഒരു പേര് പറയാം, സ്പ്ലിറ്റഡ് ഓക്സിലിയറി എന്ന് പറയും. അതായത് ഓക്സിലിയറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഇതിലും വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഇതിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ. We can use the V3 form of verb in present perfect tense, past perfect tense and future perfect tense also. These three tenses possess V3 form of verb. ഇവിടെയും അത്. അപ്പോൾ ഇത് V3 form of verb ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Auxiliaries are will have and shall have. Then we can write an example here. ഇത് ഉപയോഗിക്കുന്ന സാധാരണ ഇംഗ്ലീഷ് സെന്റൻസുകൾ ബൈ ദ ടൈം അല്ലെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മാർച്ച്, ഐ വിൽ ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഈ വാചകം പറയും. അല്ലെങ്കിൽ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ കോഴ്സ് ബൈ ദ എൻഡ് ഓഫ് ദ മാർച്ച്, മാർച്ച് അവസാനത്തോടു കൂടി ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ
പറയാനൊക്കെ ചില ഫ്രേസുകളുടെ കൂടെയൊക്കെയാണ് സാധാരണ വരിക. പക്ഷെ നമ്മളിവിടെ ഞാൻ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ മറ്റെല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഒരു നേക്കഡ് ആയിട്ടുള്ള സിമ്പിൾ ഫോം മാത്രമാണ് എടുക്കുന്നത്. അത് ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. അപ്പൊ എക്സാമ്പിളിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകളിൽ ഏതിലെങ്കിലും ഒരെണ്ണം നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോ അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകും. ആ വാചകം എടുക്കാം നമുക്ക്. അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർ ആയിക്കോട്ടെ. അവർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകും. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അതിന് മലയാള ഫോം പറയുന്ന സമയത്ത് അവൻ വന്നിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിൽ അത് പറയുമ്പോൾ പോയിട്ടുണ്ടായിരിക്കും. അതെ, പോയിട്ടുണ്ടായിരുന്നു. He had gone. അവൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുമ്പോൾ പോയിട്ടുണ്ടാകും. വരാൻ പോകുന്നതാണ്. But it is completed action. വരാൻ പോകുന്നതാണ്. But at the time in the future it should be a completed action. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ അവർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകും. നമുക്കതിന് ഇംഗ്ലീഷിലേക്ക് എഴുതാം. ഇതിൽ പോവുക എന്നാണ് വെർബ്. Then subject ആരാ പോണത്? It is our, that is the subject. There is no object here. Object കിട്ടാൻ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിച്ചിരുന്നത്. വെർബിനോട് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട്, അപ്പൊ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. വാട്ട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. വാട്ട് മാർക്കറ്റിലേക്ക് വെച്ചു. There is no answer there. Then whom, ആരെ അല്ലെങ്കിൽ ആർക്ക്, അങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുന്ന whom, അത് ചോദിച്ചാലും ഇവിടെ ഉത്തരമില്ല. So this is not an object. ഇതിനെ നമ്മൾ വാചകത്തിലെ ബാക്കി ഭാഗം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചാൽ മതി. The rest of the sentence, അങ്ങനെ നമുക്ക് തമാശക്ക് പറയാം. ഇതിലൊന്നും പെടാത്ത ഒരു സാധനം ആയിക്കോട്ടെ. നമുക്ക് ഒബ്ജക്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. Then നമുക്കതിനെ ഇംഗ്ലീഷ് സ്ട്രക്ചറിലേക്ക് മാറ്റുക. SVO സ്ട്രക്ചറിലേക്ക് മാറ്റുക. ഒബ്ജക്റ്റ് ഇല്ല, SV സ്ട്രക്ചറിലേക്ക് മാറ്റുക. സബ്ജക്റ്റ് എന്താണ്? അവർ, that is they. That is the subject here. Then the verb should come. What is the verb? പോകുക. Go എന്നാണ് ആ വെർബിന്റെ ബേസ് ഫോം. റൂട്ട് ഫോം go, V1. Go, ഓർമ്മയുണ്ടാവും. Went, gone, അതാണ് മൂന്ന് രൂപം. Go, went, gone. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് B3 ഫോം ആണ്. Go, went, gone. V1, V2, V3. അപ്പൊ അതിൽ gone ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താ? സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും കഴിഞ്ഞാൽ വേറെ ഏതൊരു ടെൻസ് എഴുതണമെങ്കിലും അതിൻ്റെതായ ഓക്സിലിയറി എഴുതണം. അപ്പൊ നമ്മളിവിടെ ഓക്സിലിയറി എഴുതണം. അപ്പൊ ദേ എന്നുള്ള സബ്ജക്റ്റിന് യോജിക്കുക വിൽ ഹാവ് ആണ്. സോ നമ്മൾ വിൽ ഹാവ് എഴുതുന്നു. ദേ വിൽ ഹാവ്. ഇവിടെ ഷാൾ ഹാവ് എഴുതാറില്ല. കാരണം ഷാൾ ഹാവ് ഐ എന്നോ വി എന്നോ സബ്ജക്റ്റ് ആവുമ്പോഴാണ് എഴുതുന്നത്. ദേ വിൽ ഹാവ്. ദെൻ നമുക്ക് വെർബ് എഴുതാം. ഗോൺ, B3 ഫോം ഓഫ് ദ വെർബ്. ദേ വിൽ ഹാവ് ഗോൺ. എവിടേക്ക്? പിന്നെ വാചകത്തിന്റെ നമ്മൾ ഈ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് തമാശ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ഈ വാചകത്തിന്റെ ബാക്കി ഭാഗം എഴുതാം. ടു ദ മാർക്കറ്റ്. നല്ല മാർക്കറ്റിൽ ടു ദ മാർക്കറ്റ്. Then gone is the verb here. Who gone? They. That is the subject. SV. Oh Allah. To the market is not an object. അപ്പൊ അതിനെ rest of the sentence നമ്മൾ എടുക്കുന്നു. Then we should get the answer. We should make a question. We should make a question to get the answer to the market. To the market എന്ന് ഉത്തരം കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കണം. അപ്പൊ എന്തായിരിക്കും? മാർക്കറ്റിലേക്ക് നടത്താൻ വരണമെങ്കിൽ അവർ എവിടേക്ക് പോയിട്ടുണ്ടാകും? അവർ എവിടേക്ക് പോയിട്ടുണ്ടാകും? അവർ എവിടേക്ക് പോയിട്ടുണ്ടാകും? Then നമുക്ക് ചോദ്യം എഴുതാനുള്ള ഒരു സ്ട്രക്ചർ നമുക്കറിയാം. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലിയറി, സബ്ജക്റ്റ്, വെർബ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ആ രീതിയിൽ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എവിടേക്ക് എന്നാണ്. എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് യു നോ ദാറ്റ് ഈസ് വേർ. ഓക്സിലിയറി വെർബ്. ഏതാ ഓക്സിലിയറി വെർബ്? നമ്മൾ വിൽ ഹാവ് ഉപയോഗിക്കുക. കാരണം സബ്ജക്റ്റ് ഇവിടെ ദേ എന്നാണ്. ദേ എന്നുള്ള സബ്ജക്റ്റിനെ ഉപയോഗിക്കുക വിൽ ഹാവ് ആണ്. പക്ഷേ
നമ്മൾ വിൽ ബി പഠിച്ചപ്പോൾ, അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലെ വിൽ ബി പഠിച്ച സമയത്ത് ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് ആ വിൽ ബി ചോദ്യം ഉപയോഗിക്കുന്ന സമയത്ത്, ചോദ്യം എഴുതാൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഓക്സിലിയറിയെ നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് അതിന്റെ ഇടയിലാണ് സബ്ജക്റ്റ് വെച്ചിരുന്നത്. അതേ മോഡലിലാണ് ഇവിടെ വരുന്നത്. വിൽ ഹാവ് ഒരുമിച്ച് ചോദ്യത്തിൽ എഴുതാൻ പാടില്ല. വേർ വിൽ then സബ്ജക്റ്റ് എഴുതാം. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി സബ്ജക്റ്റ്, സബ്ജക്റ്റ് ദേ എന്നാണ്, ദേ പ്ലസ് നമ്മൾ ഈ വില്ലിന്റെ കൂടെയുള്ള ആളിനെ ഇവിടെയാണ് വെക്കേണ്ടത്. So what happened here, what is happened here, will have എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ സബ്ജക്റ്റ് ചെയ്യുകയാണ്. where will they have, then verb gone, അവർ എവിടേക്ക് പോയിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്റ്റ് വെർബ്. പക്ഷെ ഓക്സിലറി ഫുൾ ആയിട്ട് ഇവിടെ എഴുതരുത്. അതാണ് എപ്പോഴും ഓർമ്മിക്കേണ്ടത്. ഈ രണ്ട് ടെൻസുകളാണ് നിങ്ങൾ അങ്ങനെ ഓർമ്മിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റും. ഈ രണ്ട് സാധനത്തിൽ ചോദ്യം എഴുതുന്ന സമയത്ത് don't use the auxiliary combined manner. In a combined manner, you should split the auxiliary and put the subject there in the middle of the auxiliaries. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ നടുക്ക് സബ്ജക്റ്റിനെ വെക്കണം. Where will they have gone? Then നമുക്ക് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താവും ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ? അവർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകുമോ? ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. എവിടേക്കാ പോയിന്ന കാര്യം ഉണ്ട്, മാർക്കറ്റിലേക്ക് എന്ന കാര്യം ഉണ്ട്, ഉണ്ടാവോ എന്നൊരു സംശയമാണ്, പോയിട്ടുണ്ടാകുമോ. Then the doubtful question should be started with the auxiliary verb. That don't use question word in doubtful questions. Auxiliary verb, that is will. Then ഇവിടെയും സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം. എന്താണ്? സബ്ജക്റ്റ് they, എന്നിട്ട് have എന്നുണ്ടാവും, have എന്നുണ്ടാവും, will auxiliary verb സബ്ജക്റ്റ്, ഇനി verb എഴുതണം gone, ഇനി വാചകത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ to the market. Question mark. Will they have gone to the market? അവർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകുമോ? Then we are going to write the positive answer, yes. Then നമ്മൾ ആദ്യം എഴുതിയ വാചകം തന്നെ they will have, അവിടെ ഒരുമിച്ച് തന്നെയാണ് will have ഇരിക്കേണ്ടത്. അസർട്ടീവ് സെന്റൻസുകൾ they will have gone, പോസിറ്റീവ് അസർട്ടീവ് സെന്റൻസുകൾ to the markets. ഇനി നെഗറ്റീവ് എഴുതുക. അത് നെഗറ്റീവ് അസർട്ടീവ് സെന്റൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ നോട്ട് എന്നൊരു നെഗറ്റീവ് വേർഡ് അവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഈ വിൽ ഹാവ് നോട്ട് നല്ല എഴുതുക. ഇതാണ് ഓക്സിലറി, വിൽ ഹാവ് എന്നാണ്. ഓക്സിലറിയുടെ കൂടെ നോട്ട് ചേർക്കുമ്പോഴാണോ നെഗറ്റീവ് ഉണ്ടാവുന്നത്. ബട്ട് ഡോണ്ട് യൂസ് വിൽ ഹാവ് നോട്ട്. യു ഷുഡ് സ്പ്ലിറ്റ് ദ ഓക്സിലറീസ് ആൻഡ് പുട്ട് നോട്ട് ഹിയർ. വിൽ എന്ന് കഴിഞ്ഞ ഉടനെ നോട്ട് വെച്ചിട്ട് ഹാവ് എടുക്കുക. അപ്പൊ എന്താവും? ദേ will not have gone to the market. Okay? അപ്പൊ ഈ ചോദ്യം എഴുതുമ്പോഴും നെഗറ്റീവ് എഴുതുമ്പോഴും പ്രത്യേകിച്ച് നെഗറ്റീവ് എഴുതുമ്പോൾ സാധാരണ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ ഓക്സിലറി പ്ലസ് നോട്ട് ആണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ സബ്ജക്ട് എഴുതി കഴിഞ്ഞിട്ട് ഈ ഓക്സിലറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ നോട്ടായിട്ട് ഉപയോഗിക്കണം. ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലും പ്രസന്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഘടനയാണ്, സ്ട്രക്ചർ ആണ്. അത് ശ്രദ്ധിക്കണം എപ്പോഴും എഴുതുന്ന സമയത്ത്. വിൽ ഹാവ് നോട്ട് എന്ന് എഴുതരുത്, വിൽ നോട്ട് ഹാവ്. ദാറ്റ് ഈസ് കറക്റ്റ് യൂസേജ്. ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ദെൻ നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ എത്തി നിൽക്കുകയാണ്. ഒന്നുകൂടി നോക്കാം. ഫോം ഓഫ് വെർബ് V3, past participle form. Auxiliaries will have and shall have. Shall എന്നുള്ളത് ഐയുടെയും ബിയുടെയും കൂടെ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റെല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ will ആണ് ഉപയോഗിക്കാറുള്ളത്. അതന്നെയാണ് ഇവിടുത്തെ നിയമം. എക്സാമ്പിൾ, അവർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകും. Then they will have gone to market. അവർ എവിടേക്ക് പോയിട്ടുണ്ടാകും? Where will they have gone? അവർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാകുമോ? Will they have gone to the market? Yes, they will have gone to the market. No, they will not have to go to the market. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഓക്സിലറി സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ സബ്ജക്റ്റ് എഴുതണം. രണ്ട് ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിക്കുക. ഇനി
നെഗറ്റീവ് എഴുതുമ്പോൾ ഈ നോട്ട് ഒരിക്കലും വിൽ ഹാവ് നോട്ട് എന്നല്ല, വിൽ നോട്ട് ഹാവ് എന്നാണ് ചേർക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് ടെൻസുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇവരിലുള്ള ഒരു പ്രത്യേകതയാണ് സ്പ്ലിറ്റഡ് ഓക്സിലറി എന്ന് പറഞ്ഞ സാധനം. അത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏത് എക്സാമ്പിളിലേക്ക് വേണമെങ്കിൽ മാറ്റി നോക്കാം, ഒന്ന് ചെയ്തു നോക്കും പല രീതികളിൽ. അപ്പൊ നമ്മള് 9 ടെൻസുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരേ ഒരു മലയാള വാചകത്തിന് സിമ്പിൾ പ്രസന്റിൽ എഴുതുക. നമ്മൾ പലതും എഴുതില്ല. അവനൊരു പാട്ട് പാടുന്നു, he sings a song, നമ്മൾ എഴുതിയാണ്. അവൻ ഒരു TV കാണുന്നു, he watches television. അല്ലെങ്കിൽ അവനൊരു ചിത്രം വരയ്ക്കുന്നു, he draws a picture. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഒരു വാചകം എടുത്ത് ഏതെങ്കിലും ഒരു വാചകം എഴുതിയിട്ട് അതിനാദ്യം സിമ്പിൾ പ്രസന്റിൽ 5 വാചകമായിട്ട് എഴുതാം. ദെൻ ഈ സിമ്പിൾ പാസ്റ്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിനെ അങ്ങോട്ട് മാറ്റുക. അപ്പോൾ അവൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ അവൻ ചിത്രം വരച്ചു എന്നാവും. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോൾ അവൻ ചിത്രം വരയ്ക്കും എന്നാവും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ അവൻ ചിത്രം വരയ്ക്കുകയാകുന്നു എന്നാവും. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ആയിരുന്നു എന്നാവും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ ആയിരിക്കും എന്നാവും. പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ചിത്രം വരച്ചിട്ടുണ്ട് എന്നാവും. പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു എന്നാവും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോൾ വരച്ചിട്ടുണ്ടാകുമെന്നാവും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ തന്നെ അപ്പൊ ഈ അത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ he draws a picture. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ he drew a picture. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ he will draw a picture. പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ he is drawing a picture. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ he was drawing a picture. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുമ്പോൾ he will be drawing a picture. പ്രസന്റ് പെർഫെക്റ്റിലേക്ക് നമുക്ക് അതിനെ മാറ്റുമ്പോൾ he has drawn a picture. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ he had drawn a picture. Then ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് നമ്മൾ എഴുതുമ്പോൾ he will have drawn a picture. ഇങ്ങനെ മാറ്റാം. പിന്നെ അതിന് 5 വാചകങ്ങളാക്കിയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ there will be 45 sentences. 45 വാചകങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എത്രയും നമ്മൾ റൈറ്റിംഗ് സ്കില്ല് വളരുകയാണ്. ഇത് ഞാനിവിടെ ടെൻസ് എന്ന് പറയുന്ന ആ കാര്യം താൽക്കാലികമായി നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കുറെ കൂടി വിപുലമായ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം നമ്മൾക്കിപ്പോ നമ്മൾ എഴുതുന്നതിൽ തെറ്റുകൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി 2 തരത്തില് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്. അതിലേക്ക് സെന്റൻസുകൾ എഴുതുന്ന സമയത്ത് അതിന്റെ നിയമങ്ങൾ പറയുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമ്മളിപ്പോ പഠിച്ച ഈ ടെൻസുകളുടെ സ്ട്രക്ചർ ഓർമ്മ വരേണ്ടതായി വരും. അപ്പൊ ഇത് വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ തുടച്ച് മിനുക്കപ്പെടും. അങ്ങനെ അത് വളരെ തറവും. പിന്നെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിലേക്ക് അത് വരും. അങ്ങനെയാണ് ഇത് ഈസി ആവേണ്ടത്. ഇനി ഇതിന്റെ കൂടെ നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടാവണമെങ്കിൽ, ഇംഗ്ലീഷ് സാഹിത്യത്തില് നിങ്ങൾക്ക് അവഗാഹം ഉണ്ടാവണമെങ്കിൽ, വളരെ രസകരമായ ഒരു സംഭവമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വായനയുടെ വല്ലാത്തൊരു തലമാണത്, വളരെ വിശാലമാണത്, വലിയ ചക്രവാളമാണത്. ആ സാഹിത്യ ചക്രവാളത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. വായനയിലൂടെയാണ് ലാംഗ്വേജ് വളരുക. അപ്പൊ വായിക്കുക, ധാരാളം വായിക്കുക, നന്നായി വായിക്കുക. ചെറിയ പുസ്തകങ്ങൾ, ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ നോവലുകളൊക്കെ കിട്ടും. അപ്പൊ ധാരാളം നോവലുകൾ ഇംഗ്ലീഷിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോബിൻസൺ ക്രൂസോ, ട്രഷർ ഐലൻഡ്, ഇങ്ങനെ ഒരുപാട്, ഒലിവർ ട്വിസ്റ്റ്, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ കുട്ടികളുടെ വെർഷൻ ഉണ്ട് അതിൻ്റെയൊക്കെ. ഇനി നമുക്ക് പിന്നെ അധ്യാപനത്തിന് സുഖകരമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ട് സമഗ്ര പോലുള്ള പോർട്ടലുകളിൽ എത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരും, കുട്ടികൾക്കായിട്ട് തരും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തരും. അത് മറ്റുള്ളവര് കണ്ടെത്തി വായിക്കുക. നിങ്ങൾ തന്നെ മുന്നോട്ട് പോകണം. ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നില്ല ഭാഷാ പഠനത്തിൽ. നമ്മൾ സ്വയം മുന്നോട്ട് പോകണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായി ഞാൻ വരും ഉടനെ തന്നെ.
താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.